പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിന്റെ അടുക്കളയാണ്. നിങ്ങൾ അവിടെയാണ് എല്ലാവർക്കും ആവശ്യമായ ഊർജം പാചകം ചെയ്യുന്നത്. അടുപ്പിൽ തീ കത്തിയാൽ മാത്രമേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകൂ, എല്ലാവർക്കും സന്തോഷമുണ്ടാകൂ. നിങ്ങൾ എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്യുന്ന അടുപ്പിലെ തീയാണ് നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ കപ്പാസിറ്റി. നിങ്ങളുടെ വിശ്രമവും ആരോഗ്യവുമാണ് ഈ തീയെ കത്താൻ സഹായിക്കുന്ന വിറകുകൾ. നിങ്ങൾ വീട്ടുകാർക്ക് വേണ്ടി രാവും പകലും ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വിറകുകൾ കത്തിത്തീർന്നു തുടങ്ങും. തീ അണയാറായ അടുപ്പ് പുകഞ്ഞു തുടങ്ങും. ഈ പുകയാണ് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം, ക്ഷീണം, അസ്വസ്ഥത. സാധാരണ നമ്മൾ എന്ത് ചെയ്യും? വിറക് തീരാറായെന്ന് കണ്ടാലും ആരെയും അറിയിക്കാതെ പുകയിൽ കഷ്ടപ്പെട്ട് ഊതി തീ നിലനിർത്താൻ ശ്രമിക്കും. അതിന്റെ ഫലം എന്താണ്? പുക കാരണം നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും, നമ്മൾ തളരും, പാചകം പാതി വഴിയിൽ മുടങ്ങും. ഇതാണ് ഇന്നത്തെ ടിപ്പ്. വിറക് കുറവാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ വിനയത്തോടെ പക്ഷേ ഉറച്ച ശബ്ദത്തിൽ പറയുക, അടുപ്പിലെ തീ അണയാതിരിക്കാൻ എനിക്ക് കുറച്ച് വിറക്, അതായത് വിശ്രമം അല്ലെങ്കിൽ സമയം ആവശ്യമുണ്ട്. ഒരാൾ അത് എടുത്തു തരണം. ഞാൻ ഇപ്പോൾ പുകയുകയാണ്. ഈ പാത്രം അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റാൻ അല്ലെങ്കിൽ ഒരു ജോലി ഏൽപ്പിക്കാൻ എനിക്ക് സഹായം വേണം. നിങ്ങൾ വിറക് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ദേഷ്യമോ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമോ അല്ല. അത് പാചകം മുടങ്ങാതിരിക്കാനുള്ള നിങ്ങളുടെ മുൻകരുതലാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്രമം അല്ലെങ്കിൽ സമയം എന്നിവ ചോദിച്ചു വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെയും വീടിന്റെ സുസ്ഥിരതയെയും സംരക്ഷിക്കുകയാണ്. നിങ്ങൾ അടുപ്പിലെ തീയാണ്. വിറക് തീരാതെ നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സഹായം ചോദിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ തീ അണയാതിരിക്കട്ടെ. ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യണേ. താങ്ക്